പ്രതീക്ഷയായി ഞങ്ങളുണ്ട്. UDF കൂടെയുണ്ട്. തകരാതെ തകരാതെ പ്രശ്നം ഞങ്ങൾ പറയുമ്പോൾ, സഭയിൽ ഞങ്ങൾ പറയുമ്പോൾ പേപ്പറൊന്നൊക്കെ ആഗ്രഹമുണ്ട്, പോകാൻ പറ്റണ്ടേ? In front of the secretary, Asha workers are undergoing hunger strike. Express our solidarity. Those who have been സമരപന്തലിലേക്ക് എത്തും എന്നാണ് മാത്രമാണ് ഇനി പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹപ്രവർത്തകരായ MLA-മാർ, പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇത് 39ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ് ഈ സമരം. കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്ത്രീ ശക്തി ഉയർത്തിക്കൊണ്ട് ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടത്തുന്നത്. ഈ സമരത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി, കേരളത്തിലെ പ്രതിപക്ഷം പൂർണ്ണമായ പിന്തുണയാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഇത് തുടങ്ങിയ ആദ്യത്തെ 5 ദിവസത്തിന് ശേഷം, ഞങ്ങൾ പിന്തുണ നൽകിയതിനു ശേഷം എല്ലാ ദിവസവും നിയമസഭയിൽ ഈ വിഷയം നമ്മുടെ മെമ്പർമാർ ഉയർത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് സഭാ നടപടികൾ നിർത്തിവെച്ച് നിങ്ങളുടെ ആവശ്യം ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, ഈ സമരത്തെ അധിക്ഷേപിക്കാനും പരിഹസിക്കാനും ആണ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ ആദ്യം മുതലേ നിലപാടെടുത്തിരുന്നത്. ഈ സമരം ചെയ്യുന്ന സംഘടനയെക്കുറിച്ചും ആ സമരത്തിൽ പങ്കെടുക്കുന്നവരെക്കുറിച്ചും അധിക്ഷേപകരമായ പരാമർശങ്ങൾ മന്ത്രിമാരടക്കമുള്ള ആളുകൾ നടത്തിയപ്പോൾ ഞങ്ങൾ അതിനെതിരായി ശക്തിയായി പ്രതിഷേധിച്ചിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയോട് നിയമസഭ നടക്കാത്ത സമയത്ത് ഫോണിൽ വിളിച്ച് ഈ വിഷയം തീർക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെ മുഖ്യമന്ത്രിയുടെ മുറിയിൽ പോയി അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ച് അദ്ദേഹം മുൻകൈയെടുക്കണം സമരം തീർക്കാനെന്ന് ആവശ്യപ്പെട്ടു. അതിനെ തുടർന്നാണ് ഇന്നലെ 2 ചർച്ചകൾ നടത്തിയത്. ദൗർഭാഗ്യവശാൽ ആ ചർച്ചകൾ പരാജയപ്പെട്ടു. നിരന്തരമായി നടക്കുന്ന ചർച്ചകളിലൂടെയാണ് ഇതിന് പരിഹാരം ഉണ്ടാകേണ്ടത്. അപ്പൊ തീർച്ചയായും ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്നു, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ മുൻകൈയെടുത്ത് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ അന്നും നിങ്ങളുടെ യോഗത്തിൽ വെച്ച് പറഞ്ഞു, ഈ വിഷയത്തിന് പരിഹാരമുണ്ടാക്കിയാൽ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും ആദ്യം അഭിനന്ദിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷമായിരിക്കും. ഞങ്ങൾക്ക് ഇതിൽ രാഷ്ട്രീയമില്ല, നിങ്ങളുടെ ആവശ്യമാണ്. ഈ ആവശ്യം നിങ്ങൾ എന്തെല്ലാം ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ജോലി ഭാരം എന്താണ്, അതിന് തത്തുല്യമായ തരത്തിലുള്ള നീതിപൂർവമായ ഒരു വേതനം നിങ്ങൾക്കുണ്ടാകണം, റിട്ടയർമെന്റ് ബെനിഫിറ്റുകൾ ഉണ്ടാകണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഫലപ്രദമായി ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. തുടർച്ചയായി നിങ്ങളെ മന്ത്രിമാരടക്കമുള്ള ആളുകൾ പരിഹസിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇന്ന് ഈ സമരത്തിൽ ഒരു സുപ്രധാന ദിവസം കൂടിയാണ്, ഒരു വഴിത്തിരിവാണ് ഇന്ന് ഈ സമരത്തിൽ. ഇന്ന് 3 സഹോദരിമാർ നിങ്ങൾ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം നടത്തിയ ഈ കൊടും ചൂടിൽ, ചിലപ്പോൾ രാത്രി ഉണ്ടാകുന്ന പേമാരിയിലും
നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ മഴയത്തും വെയിലത്തിരിക്കുകയാണ്. അപ്പൊ എന്നിട്ട് നിങ്ങളെ പരിഹസിക്കുക കൂടി ചെയ്തപ്പോഴാണ് ഞങ്ങൾ മന്ത്രിമാരുടെ മറുപടികൾ ബഹിഷ്കരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നിങ്ങളെ അഭിവാദ്യം ചെയ്യാൻ, അനിശ്ചിതകാല നിരാഹാരം കിടക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ അഭിവാദ്യം ചെയ്യാൻ ഞങ്ങൾ ഇവിടെ എത്തിയത്. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, കൂടെ ഉണ്ടാകും. ഇതിന് ന്യായമായ പരിഹാരം ഉണ്ടാകുന്നത് വരെ കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അത് പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞാൻ ഇപ്പോഴും വിനയപൂർവ്വം ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നു. ചർച്ചകൾ തുടരണം. മുഖ്യമന്ത്രി ഒന്നുകൂടി മുൻകൈയെടുക്കണം. പരിഹാരം ഉണ്ടാക്കണം. കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റും തരണം. അവർ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര വർദ്ധിപ്പിക്കുമെന്നോ, എന്ന് വർദ്ധിപ്പിക്കുമെന്നോ, എങ്ങനെ വർദ്ധിപ്പിക്കുമെന്നോ അവരും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയാം, ഞങ്ങൾ പ്രതിപക്ഷ MLA-മാർ നിയമസഭയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ, പുറത്ത് നിങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ട UDF MP-മാർ പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും നിങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്നുണ്ട് എന്ന് ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. അവർ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി പാർലമെന്റിൽ കേന്ദ്ര ഇൻസെന്റീവ് വർദ്ധിപ്പിക്കും എന്നുള്ളൊരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവരാണ് നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടത്തുന്ന ഈ സമരത്തെ നമ്മുടെ രാജ്യത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് നമ്മുടെ MP-മാരാണ് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. MP-മാരായ സുഹൃത്തുക്കളോട് ഞാൻ പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നു. കേരളത്തിലെ പ്രതിപക്ഷ MP-മാരും MLA-മാരും ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാകുന്നതുവരെ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിൽ നിന്നും നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നിങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തും. വളരെയധികം നന്ദി. UDF-ന്റെ എല്ലാ കക്ഷി നേതാക്കന്മാരും ഒപ്പമുണ്ട്. അവരെല്ലാം വീണ്ടും വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വീണ്ടും മറ്റൊരു അവസരത്തിൽ എല്ലാവർക്കും സംസാരിക്കാനുള്ള. കേരളത്തിൽ ആരോഗ്യമന്ത്രി വന്നാൽ കാണില്ല എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഒരു നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. എടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രി സംസ്ഥാനത്ത് നിന്ന് ഒരു ആരോഗ്യമന്ത്രി വന്നാൽ കണ്ടേ മതിയാവും, കാണണം. പക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇവരിവിടെ നിന്ന് പോകേണ്ടിയിരുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് കൺഫേം ചെയ്തിട്ട് വേണമായിരുന്നു പോവാൻ. അങ്ങനെയാണ് എല്ലാവരും പോവാറ്. എന്താണ് സംഭവിച്ചത്? കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണോ, മനഃപൂർവ്വ സന്ദർശനാനുമതി നിശ്ചയിച്ചാണോ എന്നറിയില്ല. എന്തായാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞങ്ങൾ അസംബ്ലിയിൽ ഫൈറ്റ് ചെയ്യുന്നത് പോലെ UDF പാർലമെന്റ് അംഗങ്ങൾ പാർലമെന്റിന്റെ അകത്തും പുറത്തും ഫൈറ്റ് ചെയ്യാം. ഞങ്ങളുടെ ഡിമാൻഡ് കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം, സംസ്ഥാന ഗവൺമെന്റ് ഓണറേറിയം വർദ്ധിപ്പിക്കണം. അവർ ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായ തരത്തിൽ അവരുടെ ഡിമാൻഡ് എന്താ? 21,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. അതായത് 700 രൂപ എന്ന് പറയുന്നത് കേരളത്തിലെ അൺസ്കിൽഡ് വർക്കേഴ്സിന്റെ മിനിമം വേജ് ആണ്. കേരളത്തിൽ അവർക്ക് അതിന്റെ പകുതി പോലും പൈസ കിട്ടുന്നില്ല, 300 രൂപ പോലും കിട്ടുന്നില്ല. ചെയ്യുന്ന ജോലി ഭാരമാണെങ്കിൽ വലുതാണ്. അതുപോലെ തന്നെയാണ് അംഗൻവാടി വർക്കേഴ്സിന്റെ. ഞാനിന്ന് അസംബ്ലിയിൽ അംഗൻവാടിക്കാർ ചെയ്യുന്ന ജോലിയുടെ മുഴുവൻ വിശദാംശങ്ങളും പറഞ്ഞു. ഒരു സ്ഥലത്ത് ഇങ്ങനെ ജോലി ചെയ്യുന്നില്ല. എന്നിട്ടോ ശമ്പളം 3 പ്രാവശ്യം കൊടുക്കും മാസം. ഈ ഇൻസെന്റീവ്, ഈ തുച്ഛമായ ഇൻസെന്റീവ്, അത് തന്നെ അവിടുത്തെ കെട്ടിട വാടകയും കറണ്ട് വാടകയും കറണ്ടും ബില്ലും, പഴം മേടിക്കാൻ അല്ലെങ്കിൽ മുട്ട മേടിക്കാൻ, പാല് മേടിക്കാൻ, പച്ചക്കറി മേടിക്കാൻ എന്റെ അഡ്വാൻസ് ആ പാവങ്ങളും വളരെ ക്രൂരമായിട്ടാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. ഞങ്ങളെ വിഷമിപ്പിച്ചത് മന്ത്രിമാരടക്കമുള്ള CPM നേതാക്കൾ ഇവരെ പരിഹസിക്കുകയാണ് ഈ സമരം ചെയ്യുന്നത്. പരിഹസിക്കുകയാണ്. എന്തിനാണ് സമരം ചെയ്യുന്നവരെ? തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം ഇവർ ഡ്യൂപ്ലിക്കേറ്റ് ആളുകളാണ് എന്നുള്ളതായിരുന്നു. പിന്നീട് ഒറിജിനലാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ഇന്നലെ ചർച്ചയ്ക്ക് വിളിച്ചു. ഇപ്പോൾ പറയുന്നത് 26,000-ൽ ഫലം വരുന്ന ആശാവർക്കർമാരിൽ ഭൂരിഭാഗം ഞങ്ങൾക്കൊപ്പമാണ് എന്നുള്ളതാണ്. എന്താണ്? അല്ല, ഒരാളും ഇവരുടെ ഒപ്പം ഇല്ല. ഇനിയിപ്പോ CPM അനുഭവമുള്ള കുടുംബങ്ങളിലെ ആശാവർക്കർമാർ പോലും ഈ സമരത്തോടൊപ്പമാണ്. ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഈ സമരത്തെ പിന്തുണച്ചത്. ഞങ്ങൾ ഈ സമരം ന്യായമാണ് എന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ ആ സമരത്തെ പിന്തുണച്ചത്. ഞങ്ങൾ നന്നായിട്ട് ആശാവർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും ജോലി ഭാരത്തെക്കുറിച്ച് നന്നായി പഠിച്ച് അവർ ചെയ്യുന്ന ജോലി നമ്മൾ വിഷമിക്കും. നമ്മൾ 12-14 മണിക്കൂറാണ് അവർ ജോലി ചെയ്യുന്നത്. അതിന് ന്യായമായ പരിഹാരം കിട്ടണം അവരുടെ ഡിമാൻഡ്. അതുകൊണ്ടാണ് ഞാൻ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ, ഞാൻ നേരിട്ട് മുഖ്യമന്ത്രിയുടെ പോയി കണ്ട് സന്ദർശിച്ച് ഇതിന്റെ അകത്ത് മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർക്ക് അവരുടെ വകുപ്പിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല, ഞാൻ അങ്ങനെ പറയാൻ പോലും ആഗ്രഹിക്കുന്നില്ല. അതായത് ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് എന്നാണ് ആശാവർക്കർമാരെ വിശേഷിപ്പിച്ചത് കേരളത്തിലെ. കോവിഡ് കാലത്ത് ഇതല്ലല്ലോ പറഞ്ഞത്. കോവിഡ് കാലത്ത്
പലരും റോഡിൽ ഇറങ്ങാതെ നിൽക്കുന്ന സമയത്ത് ഈ റോഡിൽ ഈ പാവം സ്ത്രീകൾ മാത്രമല്ലേ ഉണ്ടായുള്ളൂ. കോവിഡ് ബാധിച്ച ഒരാൾ വന്ന് അടുത്ത വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ വന്ന് ബഹളം ആളുകൾ ഉണ്ടാക്കുന്ന കാലത്ത് ഈ പാവപ്പെട്ടവരാണ് കോവിഡ് ബാധിച്ച വീടുകൾ കയറിയിറങ്ങിയത്. കോവിഡ് മൂലം മരിച്ചവരുടെ ആളുകളുടെ ശവസംസ്കാര കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും എത്ര പേര് മരിച്ചുവെന്ന് ഈ മുഖ്യമന്ത്രി വൈകുന്നേരം 6 മണിക്ക് വന്ന് പത്രസമ്മേളനം നടത്തിയത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്? എത്ര പേർക്ക് പുതിയതായി രോഗം വന്നു എന്ന് ആ മുഖ്യമന്ത്രി എല്ലാ ദിവസവും വൈകുന്നേരം പത്രസമ്മേളനം നടത്തി പറഞ്ഞതൊക്കെ ആര് ജോലി ചെയ്തിട്ടാ? CPM-ന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടാണോ മുഖ്യമന്ത്രി വൈകുന്നേരം 6 മണിക്ക് വന്ന് നമ്മളോടൊക്കെ ഇത്രയും പേര് ഇന്ന് മരിച്ചു, ഇത്രയും പേർക്ക് രോഗം ഉണ്ടായെന്ന് പറഞ്ഞ് അതിപാവങ്ങള് ആ കാലത്ത് ജീവൻ പണയം വെച്ച് വീടുകൾ കയറി ഇറങ്ങിയിട്ടാ? അഹങ്കാരം പറയരുത്, ഇത്രയും ഞാൻ പറയുന്നു. ഈ ചോദ്യത്തിന്റെ എന്റെ മറുപടി അതാ, അഹങ്കാരം പറയരുത്. പെർമിഷൻ ഇല്ലാതെയാണ് മന്ത്രി പോയതെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പോവുകയും ഇത് ചർച്ചയ്ക്ക് പോകുകയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷം കരുതുന്നു. അങ്ങനെയൊന്നും വിചാരിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു സംസ്ഥാന ആരോഗ്യമന്ത്രി ഒരു കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോകുമ്പോൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് പോകുന്നത്, അല്ലെ? ഞങ്ങൾ പോലും ഇപ്പോൾ പാർട്ടി നേതാക്കന്മാരെ കാണാൻ ഇവിടെ നിന്ന് പോകണമെങ്കിൽ അവിടെ ചെന്നിട്ടല്ല അപ്പോയിന്റ്മെന്റ് ചോദിക്കണം. ഇവിടെ നിന്ന് അപ്പോയിന്റ്മെന്റ് എടുത്ത് അവർ കൺഫേം ചെയ്താലേ ഞങ്ങള് പ്ലെയിൻ കയറോ ട്രെയിൻ കയറോ ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതെന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അതിന്റെ അകത്ത് എന്ത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഉണ്ടായതെന്ന് അറിയാത്തതുകൊണ്ട്. നാച്ചുറലായിട്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താ, ആരോഗ്യമന്ത്രിയെ കാണാൻ പോകുമ്പോൾ ഇവിടുന്ന് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടായിരിക്കും പോയെന്നാണ്, അല്ലേ? അറിയില്ല എന്താണ് സംഭവിച്ചത്. അല്ല, അവിടെ പോയിട്ട് നോക്കാം, അപ്പോയിന്റ്മെന്റ് അവിടെ പോയി നോക്കാമെന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പോയത്. അങ്ങനെ സാധാരണ ആരും പോവാറില്ല. അതെനിക്കറിയില്ല എന്താണ്, അത് പരിചയക്കുറവാണെന്ന് അറിയില്ല.